ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് ആണ് വണ്ടി നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ജനറൽ സർവീസ് ചെയ്യണം, പൊല്യൂഷൻ ടെസ്റ്റ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, ബ്രേക്ക് സൗണ്ട്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ മെയിൻ സ്റ്റാൻഡ് മൊത്തം വെൽഡിംഗ് ഒക്കെ വിട്ടു, വെൽഡിങ്ങിൻ്റെ സൈഡൊക്കെ പോയിട്ട് ആകെ പ്രോബ്ലമായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മെയിൻ സ്റ്റാൻഡ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. മെയിൻ സ്റ്റാൻഡിൻ്റെ പിന്നും ഈ ബ്രേക്ക് പെഡലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ ഉള്ളതുകൊണ്ട് ബ്രേക്ക് പെഡലടക്കം മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വർക്കിന് കയറ്റിയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചായിരുന്നു. അപ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് ഇതിപ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഉണ്ടല്ലോ, നമുക്കിപ്പോൾ തൽക്കാലം നമ്മൾ ക്യാം തിരിച്ചിട്ടൊക്കെയാണ് യൂസ് ചെയ്തത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ഹബ്ബിന് തേയ്മാനം ഉണ്ട് നിലവിൽ. ഇവിടെ നോക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് പോലെ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ പരമാവധി നമുക്ക് ബ്രേക്ക് സൗണ്ടിൻ്റെ കേസൊക്കെ ഒരു പരിധി വരെയൊക്കെ മാക്സിമം ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക. ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ കുറേ കൂടി ഓടിക്കഴിഞ്ഞാൽ ഈ ഹബ്ബ് മാറ്റി പുതിയ ഹബ്ബ് സെറ്റ് ചെയ്യുക, ലൈനർ പുതിയതിടുക. അപ്പോഴാണ് ആ പ്രോബ്ലം 100% ക്ലിയർ ആവുള്ളൂ കേട്ടോ. പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ലൈനർ തേയണതിൻ്റെ അനുസരിച്ചിട്ട് തന്നെ ഹബ്ബിനും തേയ്മാനം വരുന്നുണ്ട്. ഈ വരുന്ന ഹബ്ബിൻ്റെ ഭാഗത്തും തേയ്മാനമുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ക്യാം അടക്കം തിരിച്ചിടുന്നത്. ആ തേയ്മാനത്തിൻ്റെ അനുസരിച്ച് നമ്മളിവിടെ മില്ലിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ശരിക്കും അതിൻ്റെ മെയിൻ റീസൺ കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം നമുക്കിപ്പോഴും വീണ്ടും ക്ലീൻ ചെയ്ത് തന്നെ റീസെറ്റ് ചെയ്യാം, പരമാവധി ഉപയോഗിക്കാം. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ നമുക്കത് ഹബ്ബ് മാറ്റി കളയാം. അതാണ് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അതുള്ളൂ. പിന്നെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെ അതുകൂടാതെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. കാർബറേറ്ററിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാർബറേറ്റർ തൽക്കാലം നമ്മൾ അഴിക്കാനൊന്നും നിൽക്കണ്ട, കാരണം ഞാൻ ഇപ്പോഴത്തെ പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം ഉണ്ടാകുന്ന കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള പ്രോബ്ലം ഓവർഫ്ലോ ആണ്. കാർബറേറ്ററിൻ്റെ അടിയിലെ പൈപ്പ് വഴി താഴേക്ക് പെട്രോൾ ചാടി പോകുന്നൊരു പ്രോബ്ലം വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കാർബറേറ്റേഴ്സിന് നമുക്ക് മാറ്റി കളയാനേ പറ്റുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് ചിലപ്പോൾ നാളെ എന്നുള്ളത് ഇന്നാവും. അത് പെട്ടെന്ന് ചിലപ്പോൾ മാറ്റി കളയേണ്ട സിറ്റുവേഷൻ വരും. എന്തായാലും കംപ്ലയിൻറ്റ് വരും. അപ്പോൾ പരമാവധി ഉപയോഗിക്കാതിന് ശേഷം നമുക്ക് കംപ്ലയിൻറ്റ്സ് കാണിക്കേണ്ട സമയത്ത് നമുക്ക് കാർബറേറ്റർ അഴിച്ച് നോക്കാം. ക്ലീൻ ചെയ്യാൻ പറ്റണമെങ്കിൽ ക്ലീൻ ചെയ്തിടാം. ഇനി അതല്ല മാറ്റണമെങ്കിൽ മാറ്റി കളയാം. ക്ലീൻ ചെയ്യാൻ കിട്ടാറില്ല സാധാരണ. ഇപ്പോൾ കാരണം ഞാൻ എത്തനോളും ഈ അലുമിനിയം ബോഡിയും തമ്മിൽ പെട്രോളിൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. കാർബറേറ്റർ ആണെങ്കിൽ അലുമിനിയം ബോഡിയാണ്. അത് കെമിക്കൽ റിയാക്ഷൻ വരുമ്പോൾ ആ ഭാഗം ദ്രവിച്ചു പോകണം. അതാണ് അതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ പരമാവധി ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കും കൂടി നമ്മൾ അഴിക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ് പറയണം. അതിന് ശേഷം ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിച്ച് നമ്മളതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഷോക്ക് നോക്കുമ്പോഴും വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല, ആക്ഷനൊക്കെ ഓക്കെയാണ്. കോൺസെപ്റ്റ് പൊട്ടിക്ക് ചെറിയൊരു ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒന്നും കുഴപ്പമൊന്നുമില്ല. ടയറിൻ്റെ തേയ്മാനം ഒരുവിധം ആയിട്ടുണ്ട്, ഏകദേശം ഒരു പകുതി കൂടുതൽ തേഞ്ഞുണ്ട്. പക്ഷേ മാറ്റേണ്ട ആവശ്യമൊന്നും ചേട്ടോ, പരമാവധി ഉപയോഗിക്കാം. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്, ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ബാറ്ററി നമുക്ക് വണ്ടിയും ഇരിക്കുന്നുണ്ടെങ്കിലും കൺവെർട്ടർ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യണം കേട്ടോ. ബാറ്ററി പേരിനുള്ളൂ, കൺവെർട്ടർ യൂണിറ്റ് വെച്ചിട്ടാണ്. സ്റ്റാർട്ടിങ്ങിലാണ് നമുക്ക് വണ്ടി ഈ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കി ഒന്ന് ക്ലിയർ ചെയ്തേക്കാം. ഇതാണ് നമുക്ക് എൻ്റെ ബ്രേക്ക് പെഡലും മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. മെയിൻ സ്റ്റാൻഡ് അതിൻ്റെ പിന്നും കൂടിയിട്ടാണ് മാറ്റി കളഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 3 മണി 4 മണിക്കുള്ളിലൊക്കെ വർക്ക് കംപ്ലീറ്റ് ആവും. ഞാനത് വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.